BJP സെറ്റ് ചെയ്യുന്ന അജണ്ടയുടെ ആഴം മനസ്സിലാക്കുവാൻ കഴിഞ്ഞ 4 ഘട്ടങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല എങ്കിൽ 5ഉം 6ഉം 7ഉം ഘട്ടം എത്തുമ്പോൾ ഇന്ത്യ മുന്നണി അജണ്ട മാറ്റിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യ 1, 2, 3, 4 ഘട്ടങ്ങളിൽ കണ്ട തെരഞ്ഞെടുപ്പുകളിലുള്ള വീറും വാശിയും ഉള്ളതിനേക്കാൾ വലിയ വീറും വാശിയും അതിനേക്കാൾ കുറഞ്ഞ സീറ്റുകളിലേക്ക് മത്സരം നടക്കുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ 102 സീറ്റുകൾ, 2ാം ഘട്ടത്തിൽ 88 സീറ്റുകൾ, 3ാം ഘട്ടത്തിൽ 94 സീറ്റുകൾ, 4ാം ഘട്ടത്തിൽ 96 സീറ്റുകളിലേക്കാണ് മത്സരം നടന്നതെങ്കിൽ ഈ 49 സീറ്റിലേക്കാണ് 5ാം ഘട്ടത്തിൽ നടന്നത്. ഇനി 58 സീറ്റിലേക്ക് 6ാം ഘട്ടവും 57 സീറ്റിലേക്ക് 7ാം ഘട്ടവും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പൊ ഇനിയുള്ള കുറച്ച് സീറ്റുകളിലേക്കുള്ള മത്സരത്തിൽ ഇപ്പൊ ഏതാണ്ട് 4ൽ 3 സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്ന 428 സീറ്റിലേക്ക് ഇനി ഏകദേശം 115 സീറ്റിലേക്ക് മാത്രമേ മത്സരം നടക്കാനുള്ളൂ. അപ്പൊ 4ൽ 3 സീറ്റിലേക്ക് ഏറെ സീറ്റുകളിലേക്ക് മത്സരം നടന്നിരിക്കുന്ന ഈ സാഹചര്യത്തിലും BJPക്ക് വലിയ വെല്ലുവിളി ഉണ്ടാകുന്നു എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം, ആദ്യ 3-4 ഘട്ടങ്ങൾ വരെ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലെ അജണ്ട നിശ്ചയിച്ചിരുന്നത് BJP ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ പോലും BJPയുടെ കുരുക്കിൽ, അജണ്ടയുടെ കുരുക്കിൽ പെടുത്തി ഇട്ട് ചുഴറ്റുവാൻ BJPക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ 7ാം ഘട്ടവും 6ാം ഘട്ടവും നമ്മൾ കാണുന്നത് ഇന്ത്യ മുന്നണി സെറ്റ് ചെയ്യുന്ന അജണ്ടയിലേക്ക് അറിയാതെ വഴുതി വീഴുന്ന BJP സഖ്യത്തെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ വലിയ വെല്ലുവിളികൾ നേരിടാൻ സാഹചര്യമുള്ള സ്ഥലം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഡൽഹിയിൽ വലിയ തരത്തിലുള്ള, അതായത് ഡൽഹി, ഹരിയാനയൊക്കെ മുഴുവൻ സീറ്റുകളും നേടിയ BJPയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഘട്ടത്തിൽ അവിടെ നിന്ന് ഒരു സീറ്റെങ്കിലും നഷ്ടപ്പെടുക എന്നുള്ളത് തിരിച്ചടിയാണ്. അതുകൊണ്ട് BJP സർവ്വശക്തിയും സംഭരിച്ച് നടത്തുന്ന ഒരു മത്സരമാണ് 6-7 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഹരിയാനയും വെസ്റ്റ് ബംഗാളും ജാർഖണ്ഡും ഉത്തർപ്രദേശും ഒക്കെ ഇനി അവശേഷിക്കുന്ന സീറ്റുകളിലേക്ക് മത്സരം ഇവിടെ നടക്കുകയാണ്. ഇനി UPയിൽ ഏതാണ്ട് 2 ഘട്ടങ്ങളിലുമായി 10-27 സീറ്റിലേക്ക് മത്സരം നടക്കാനുണ്ട്. ബാക്കി മൊത്തം 80 സീറ്റുകളിൽ ബാക്കി മത്സരങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പൊ ആ സീറ്റുകൾ നിർണായകമാണ്, ഡൽഹി സീറ്റുകൾ നിർണായകമാണ്, ഹിമാചൽ സീറ്റുകൾ നിർണായകമാണ്, ഇനി അവശേഷിക്കുന്ന വെസ്റ്റ് ബംഗാൾ സീറ്റുകൾ നിർമ്മാണമാണ്, പശ്ചിമ ബംഗാളിലെ സീറ്റുകൾ നിർണായകമാണ്, ഒഡീഷയിലെ സീറ്റുകൾ നിർണായകമാണ്. അപ്പൊ ഇവിടെയൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ ഒരെണ്ണമെങ്കിലും നഷ്ടമാകുക എന്ന് പറയുന്നത് ചിന്തിക്കാനാവുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ആദ്യ 1, 2, 3 ഘട്ടങ്ങളിൽ BJP കാലെ കൂട്ടി പ്രവർത്തിച്ച് 150ഓളം മണ്ഡലങ്ങളിൽ, ഇതുവരെ ജയിക്കാത്ത പല മണ്ഡലങ്ങളിലും പരമാവധി വിജയിച്ചു കയറുക എന്നുള്ള തന്ത്രമായിരുന്നു BJPയുടേതെങ്കിൽ, ഇനിയുള്ളത് തങ്ങളുടെ കീശയിലെ ഒരൊറ്റ സീറ്റ് പോലും ചോരാതെ നേട്ടമുണ്ടാക്കേണ്ടുന്ന ബാധ്യതയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് എത്ര കണ്ട് വിജയിക്കും എന്നുള്ള വിമർശനങ്ങളും സംശയങ്ങളുമാണ് എല്ലാവരും ഉയർത്തുന്നത്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നേരിടുമ്പോഴും BJP നില മെച്ചപ്പെടുത്താൻ തന്നെ സാധ്യതയുള്ളൂ എന്നുള്ള പഠനങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം ഹരിയാനയെ സംബന്ധിച്ചിടത്തോളവും വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളവും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ വിഭിന്നമാണ് ചിത്രങ്ങൾ. വലിയ മത്സരമാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. എന്തായാലും 6ഉം 7ഉം ഘട്ടത്തിന്റെ ചൂടും ചൂരും നടക്കാൻ വളരെ വലിയ തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ബോധ്യമാകുന്നത്. എന്തായാലും അവസാന മണിക്കൂറുകൾ, ഫലം വരുന്ന അവസാന നിമിഷം വരെ ജനത്തിന്റെ കണ്ണും കാതും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്ന വലിയ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇനി നടക്കാൻ പോകുന്ന ഘട്ടങ്ങളിലും ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഫലത്തോടെയും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.